നമസ്കാരം. പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മുടെ തങ്കച്ചൻ തകർത്തു. ഒരുപാട് പാട്ടുകളൊക്കെ പാടി തങ്കച്ചൻ്റെ കഥന കഥകളെല്ലാം നമ്മൾ കേട്ടു. പക്ഷേ ആ കഥന കഥകൾക്കിടയിലും ഒരു സുഹൃത്തിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ശിവമുരളി. അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. മാത്രമല്ല തങ്കച്ചൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം കൂടെ ചേരുമ്പോൾ എന്തായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്? ഒരു കഥന വിരഹ കഥയുടെ, ഒരു പ്രണയ കഥയുടെ തുടക്കമായിരിക്കും. എന്തായാലും സ്നേഹപൂർവ്വം ആദരപൂർവ്വം അദ്ദേഹത്തിൻ്റെ സ്നേഹിതനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, ശിവമുരളി. നമസ്കാരം ശിവമുരളി. നമസ്കാരം സാർ. നിങ്ങളെ കണ്ടിട്ടില്ലാത്തൊരു ചുരുക്കമാണ്. കാരണം വേറൊന്നുമല്ല, ടി വി തുറന്നു കഴിഞ്ഞാൽ ഹാസ്യത്തിൻ്റെ പര്യായമായിട്ട് രണ്ടുപേരെയും കാണാൻ പറ്റും. താങ്ക് യു. എന്താണ് ഈ തങ്കച്ചനെ കുറിച്ചുള്ള ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആത്മാർത്ഥതയുള്ള സ്നേഹിതനാണ്. താങ്ക് യു. എന്താണ് ഒറ്റ വാക്കിൽ ശിവമുരളിയെ കുറിച്ച് പറയാൻ? അതുപോലെ തന്നെയാണ്. കാരണം ഞങ്ങളിപ്പം ഒരുമിച്ചാണ് മേഖലയിൽ വന്നതെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ആത്മാർത്ഥമുള്ള കലാകാരനായതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി എനിക്ക് മുരളിയെ വിളിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് സത്യം. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് തുടങ്ങാം. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ സാർ, തുടങ്ങാം. താങ്ക് യു. ശിവമുരളി സുഹൃത്ത്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു ആളെങ്ങനെയാണെന്ന്. വളരെ ശുദ്ധനാണെന്ന് പറഞ്ഞു അല്ലേ? അതെ. ഞാനിപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ശുദ്ധതയൊക്കെ ഞാൻ മനസ്സിലാക്കി. അത് ശരി. പുള്ളി മമ്മൂക്കയുടെ വീട്ടിൽ പോണ എന്തിനാണെന്നും കല്യാണം കഴിക്കാത്ത എന്തുകൊണ്ടാണെന്നും ഇതെല്ലാം ഞങ്ങൾ പിടിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ലല്ലോ? ഇല്ല, നമ്മളത് ആർത്തും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. എന്ത് കല്യാണം കഴിക്കാത്തതിന്റെ രഹസ്യം പറഞ്ഞിട്ടില്ല. അല്ല, പുള്ളി ഇപ്പൊ പറഞ്ഞല്ലേ? ആ, അത് ശരി. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലേ? ശിവടുത്ത് ഞാൻ പറഞ്ഞു ആത്മാർത്ഥ സുഹൃത്തെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇനി പറയുമായിരിക്കും. ഇനിയൊന്നും പറയത്തില്ല. ഇല്ല, ഇനി ടെലികാസ്റ്റ് മാത്രമേ ഉള്ളൂ. അത് ശരി. ഇനി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഓഹോ അതാണോ കാര്യം എന്ന് ചോദിക്കും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ഈശ്വരനായിട്ട് നല്ലൊരു കാര്യം. ഇനി ഈശ്വരനൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കൈവിട്ടു പോയി. കാരണം അത് ഒരു പരിധിയുണ്ട് എല്ലാ കാര്യത്തിനും അല്ലേ? അതെ അതെ. എല്ലാത്തിന്റെ കയ്യിൽ നിന്നും പോയല്ലേ? ഇത് ഈശ്വരന്റെ എല്ലാത്തിന്റെ കയ്യിൽ നിന്നും പോയി. ഇനി എത്തുന്ന ഒരു സ്ഥലമേ ഉള്ളൂ. പുള്ളി 2 പ്രാവശ്യം പെണ്ണ് കാണാൻ പോയി, 2 ഒരു പെണ്ണിനെ തന്നെ. അത് നമ്മുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് 3 വർഷത്തിന്റെ 2 വർഷത്തിന് ഗ്യാപ്പിനിടയ്ക്ക്. ഇനി 3 വർഷം കഴിഞ്ഞ് കെട്ടുമെന്ന് പറഞ്ഞു. മിക്കവാറും അതിന്റെ വേറൊരു വാതിലായിരിക്കും ചെല്ലുന്നത്. ശിവ കല്യാണം കഴിഞ്ഞോ? ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞത് സാർ. എത്ര വർഷമായി? ഒരു 4-5 മാസമേ ഉള്ളൂ. 5 മാസമേ ഉള്ളൂ. അപ്പൊ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ലേ? അത് ഉടനെ ഉണ്ടാവും സാർ. ആണോ? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ഒന്നര കന്നാസ് വെള്ളം അവിടെ നിന്ന് കുടിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് പല രീതിയിലും സ്വാധീനിക്കും. അപ്പൊ അടുത്ത സെഗ്മെന്റിൽ നമ്മൾ കയറുകയാണ്. ഓക്കെ സാർ. സവാരി ഗിരിഗിരി. ചോദ്യം മുഴുവൻ കാബൂളിവാല എന്ന ചിത്രത്തിൽ നിന്നാണ്. ഓക്കെ സാർ. ആദ്യത്തെ ചോദ്യം, സിനിമയിൽ കന്നാസും കടലാസും ഇറങ്ങി വരുന്നത് ഏത് ജയിലിൽ നിന്നാണ്? എ ആലുവ സബ് ജയിൽ, ബി കാക്കനാട് സബ് ജയിൽ, സി വളരെ അടുത്ത് തന്നെയുണ്ട് പൂജപ്പുര സബ് ജയിൽ. സാർ, ആലുവ സബ് ജയിൽ. ആലുവ സബ് ജയിൽ എ. ഞാൻ എടുത്ത് വെച്ച് പൂട്ടുന്നു, അവിടെ ഇരിക്കട്ടെ. ശിവ ഏത് വർഷമാണ് ഈ ഫീൽഡിൽ വന്നത്? സാർ, ഞാനൊരു 96-97. മിമിക്രി ആയിരുന്നോ അതോ ഇതുപോലെ പാട്ടാണോ? അല്ല, ഞാൻ മിമിക്രി ആയിട്ടാണ് വന്നത്. സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും മിമിക്രി ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഏതിലാണ് ഏറ്റവും ആൾക്കാർ ആകൃഷ്ടരായത്? നമ്മൾ മിമിക്രി തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുന്ന നമ്പരും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും സിനിമാ താരങ്ങളുടെ ശബ്ദമായിരുന്നു. അതെ, അതിലാരാണ്? അതിൽ ഞാൻ 2-3 ഹാസ്യ നടന്മാരുടെ ശബ്ദം അനുകരിച്ചാണ് വന്നത്. ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി. തീർച്ചയായിട്ടും. ആദ്യമായിട്ട് കോഴിക്കോടൻ വിമാനതാരം ശ്രീ മാമുക്കോയ സാറ്. പറ്റൂല ബാലകൃഷ്ണ, കൊച്ചുകള്ള കള്ളം നായിന്റെ മോനെ, അന്നെ തല്ലാനോ കൊല്ലാനോ അല്ല ബാലകൃഷ്ണ, അന്നുള്ള സ്നേഹം കൊണ്ടാണോനെ നമ്മളീ പറഞ്ഞത്. അൻ്റെ കാര്യം അത് നമ്മളേറ്റ്, അൻ്റെ ഉമ്മാൻ്റെ കാര്യം അതോ എൻ്റെ വാപ്പേറ്റ്. യു ബ്ലഡി ബ്യൂട്ടിഫുൾ, യുവർ മദർ ഇസ് ബ്ലഡി ബ്യൂട്ടിഫുൾ. വാലിക്കുസ്സലാം.
സാർ ആ ഇപ്പം പറഞ്ഞ സാറ് പോലെ തന്നെ അന്ന് ഏറ്റവും കൂടുതൽ കൈയടിയിട്ടിരുന്ന മറ്റൊരു താരത്തിൻ്റെ ശബ്ദം കൂടെ അദ്ദേഹം പറയും. ജഗദീഷ് സാറിൻ്റെ. ജഗദീഷ് കുമാർ. ശ്രീമാർ സാറിന്റെ ഓ പറയൂ. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ചില കേന്ദ്രമന്ത്രിമാർ പറയുന്നു കാടില്ലാത്തത് കൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന്. അപ്പൊ അറബിക്കടലിൽ മഴ പെയ്തതോ അതാ ചക്കപ്പൂഞ്ചോ. ഈ നാടോട് ക്രിക്കറ്റ് കളി ഒരുത്തോ ബോളറെ തെറിയുന്നു, മറ്റവൻ അടിച്ചു കളയുന്നു. അടിച്ചു കളയാണെങ്കിൽ പിന്നെ എന്തിനെ പുല്ല് കളിക്കണ്. ഗ്യാസ്. അത് മറ്റൊരു അല്ലേ വലിയ കലാകാരൻ. ദൈവമേ. സോ ആലുവ സബ് ജയിലാണ് ശിവയും തങ്കും കൂടെ പറഞ്ഞിരിക്കുന്നത്. ജയിലിൽ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, പോയിട്ടില്ല. അങ്ങനെ ഭാഗ്യമൊന്നും ഉണ്ട് കിട്ടിയിട്ടില്ല. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ രണ്ടാമത്തെ ചോദ്യം. ഒരു വീഡിയോ കാണാം. നിർത്തടാ പുല്ല, അവന്റെ ഒടുക്കത്തൊരു പുട്ടുതീറ്റി. നിനക്ക് പുട്ടിൽ ആരെങ്കിലും കൈവിഷം തന്നോ? എന്ത് പറഞ്ഞാലും പൊട്ടുതാ തീറ്റി പണ്ടാരം. എത്രയായി നേരേട്ടാ? ഈ രംഗത്തിൽ ശങ്കരാടി പറയുന്ന ബില്ല് തുക എത്രയാണ്? എ 18 രൂപ, ബി 17, സി 15. 18. എ 18 ഞാൻ എടുത്ത് പൂട്ടി. അവിടെ ഇരിക്കട്ടെ. ഈ മിമിക്രി ട്രൂപ്പിന്റെ രസകരമായ ഓർമ്മകൾ ഒരെണ്ണം പറയാം. സാർ, നമ്മൾ മിമിക്രി തുടങ്ങിയ കാലത്തൊക്കെ വലിയ സൗണ്ട് സിസ്റ്റോ ലൈറ്റോ അറേഞ്ച്മെന്റ്സ് ഒന്നും ഇല്ല. തങ്കച്ചനും ഞാനൊക്കെ മിമിക്രി തുടങ്ങിയ സമയത്ത് ഒരു വണ്ടിയുടെ ഒരു ലോറിയൊക്കെ അതിന്റെ ഫുൾ ബോഡിയൊക്കെ തുറന്നിട്ടിട്ട് ഒരു മൈക്കിലാണ് നിന്ന് 2-3 സ്കിറ്റ് കളിക്കുന്നത്. ഒരു മൈക്ക്. ഒരാൾ ഇപ്പൊ എന്റെ ഡയലോഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ മാറ്റിട്ട് അടുത്ത. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലോറിക്കാരന് ഇത് ഗാനമേളയുടെ ഗ്യാപ്പിലാണ് മിമിക്സ് വരുന്നത്. പിന്നെ അല്ലാതെ ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ലോറി അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഒരു മൈക്ക് എടുത്ത് വയ്ക്കും. ഞങ്ങൾ സ്കിറ്റ് ചെയ്യും. ചില സമയത്ത് സ്കിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലോറി എടുത്തിട്ട് ഇറങ്ങണേ അവനെ അമ്മരെ ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് പോകും. അങ്ങനെയൊക്കെ ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ സ്ഥലങ്ങളിൽ അവസരം ചോദിച്ചു പോകുന്നതും അല്ലാതെ പ്രൊഫഷണൽ അല്ലല്ലോ. പ്രൊഫഷണൽ അല്ല. ഈ മിമിക്രി തുടങ്ങിയ സമയത്ത് സാർ ഒരുപാട് അങ്ങോട്ട് മൈക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. മൈക്ക് കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ വേറെ പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മളത് പെട്ടെന്ന് മാറാൻ പറയും. മൈക്ക് എടുത്തോണ്ട് അവര് പറയാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഷെയർ ഇട്ട് പൈസ കൊടുത്ത് മൈക്ക് വാങ്ങിച്ചോണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ മിമിക്രിയോടും അല്ലെ കലയോടുള്ള ഒരുപാട് അമിതമായ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടതും ഇതിന്റെ പുറകെ ഇവിടം വരെ എത്തിയത് അല്ലേ? അതുകൊണ്ട് തന്നെ ഞങ്ങള് പുലർത്തിക്കൊണ്ട് പോകുന്ന ദൈവം. സിനിമ 2-3 ചെറിയ സിനിമകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഭാഗ്യം കിട്ടി. ആദ്യമായിട്ടൊരു സിനിമ എഴുതാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് വലിയൊരു ഭാഗ്യമല്ലേ? ആരുടെയാണ് അത്? നമ്മുടെ മൈലാഞ്ചി മൊഞ്ചുള്ള വീട് സിനിമ എടുത്ത ബെന്നി തോമസ് സാറിന്റെ പടമാണ്. അതിൽ തിരക്കഥ സംഭാഷണം എഴുതാനായിട്ട് ഒരവസരം കിട്ടി. തുടങ്ങിയോ? ഷൂട്ട് തീർന്നു സാർ. ഷൂട്ട് തീർന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. തങ്കച്ചന്റെ ഒക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരു കോമഡി പടമല്ല, നമ്മളൊരു കോമഡി ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ഒരു കുടുംബ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു അടുത്ത സിനിമയിൽ എന്നെ നായകനാക്കാന്ന് പറഞ്ഞു. അങ്ങനെ തങ്കച്ച അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഈ സമയം മാറുന്നതിന് സെക്കൻഡ്സ് മതി. അതെ. സോ എ 18 ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതാണല്ലോ ഇതിന്റെ ഇത്. സവാരി ഗിരിഗിരിയിൽ മൂന്നാമത്തെ ചോദ്യം. സിനിമയിൽ കന്നാസും കടലാസും എത്ര മാസം ജയിലിൽ കിടന്നതായാണ് കാണിക്കുന്നത്? എ 4 മാസം, ബി 1 വർഷം, സി 6 മാസം. 4 മാസം. ശിവയ്ക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? 4 മാസം. 6 മാസം. 6 മാസം സാർ. 6 മാസം. ഒരു ഓർമ്മ വെച്ചിട്ട് ആണോ? പൂട്ടട്ടെ? പൂട്ടിക്കണോ? 6 മാസം. 6 മാസം ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു. തങ്കച്ചന് 4 മാസവും പുള്ളിക്ക് 6 മാസവും. അല്ല, അവരുടെ കല്യാണം കഴിഞ്ഞ് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊരു 6 മാസത്തെ കാലാവധി എന്തായിരുന്നാലും ഒരു കല്യാണത്തിന് വരും. 2 പെൺപിള്ളേരെ കല്യാണം കഴിക്കണമല്ലോ.
6 മാസത്തെ കാലം കല്യാണത്തിനെ കുറിച്ച് മിണ്ടിപ്പോയി. അതിന്റെ ചിന്ത അല്ലല്ലോ, അപ്പൊ ഒരു 6 മാസം വേണ്ടി വരും. കാരണം 2 പെൺപിള്ളേർ കല്യാണം പറ്റിയ ആളാണ് പറയണത് കേട്ടാ. തമ്പാനൂരിന്ന് നാഗർകോവിലോട്ട് നിങ്ങളൊരു ബസ് യാത്ര നടത്തി. അതിന്റെ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു സംഭവം? നമ്മളന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് വണ്ടിയൊന്നും ഞങ്ങൾക്ക് സമിതി വണ്ടിയൊന്നും കാണില്ല. പണ്ടത്തെ തമ്പാനൂരാണ്. ഒരു പക്ഷേ അവിടെ നമുക്ക് നിൽക്കാനുള്ള സൗകര്യം പോലും കാണില്ല. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ ഒരു 12-1 മണി വരെയൊക്കെ നമ്മളവിടെ ബസ് സ്റ്റാൻഡിൽ വന്നാലും പിന്നെ വെളുപ്പിന് എൻ്റെ വീട്ടിൽ അങ്ങോട്ട് 4 മണിക്ക് 5 മണിക്കൊക്കെ ബസ്സുള്ളൂ. അപ്പോൾ അതുവരെ അവിടെ നിൽക്കണം. കൊതുകടിയും ഉറങ്ങാനുള്ള സൗകര്യമില്ല. അതുമാത്രമല്ല നമുക്ക് റൂം എടുത്ത് കിടക്കാനുള്ള പേയ്മെൻ്റ് ഇല്ല. അത്രയും ബുദ്ധി എല്ലാ ടെസ്റ്റിനും അറിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അടുത്ത ഒരു പരിപാടി നാഗർകോവിൽ ബസ് കിടക്കും. അതിലങ്ങോട്ട് കയറിയിട്ട് ടിക്കറ്റ് എടുക്കും. 50 രൂപയൊക്കെ വരുള്ളൂ. 50 രൂപ 40 രൂപ ടിക്കറ്റ് വരും. ആ സൈഡിൽ ഇരിക്കും. സുഖമായിട്ടൊരു ഉറക്കം. നേരം വെളുക്കുമ്പോൾ അവിടെ എത്തുന്നു. അവിടെ നിന്ന് ഫ്രഷാകുന്നു. നല്ല ആ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ അടിപൊളി ഹോട്ടലുണ്ട്. നല്ല പൊങ്കൽ, നല്ല ചൂട്, പിന്നെ ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി, വടയൊക്കെ ചേർത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അടുത്ത ബസ്സിൽ കയറുന്നു. ഒരു 8 മണി. മിക്ക ആർട്ടിസ്റ്റുകളും അത് തന്നെയാണ് ചെയ്യുന്നത് കേട്ടാ. പിന്നെ ഞാൻ ഓരോരുത്തരത്ത് പറയുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ അവിടെ 2-3 ആർട്ടിസ്റ്റുകളെ ഞാൻ അവിടെ കണ്ടു. ഇവരുടെയും പരിപാടി ഇതാണ്. കാരണം നല്ല സൗകര്യം. ഒരു ഉറക്കം അങ്ങോട്ട് കിട്ടും, ഒരു ഉറക്കം ഇങ്ങോട്ട് കിട്ടും. സുഖമായിട്ട് ഒരു 100 രൂപ 150 രൂപയുടെ ഗ്യാസേ ഉള്ളൂ. അതാണ് എടുക്കണ്ട. റൂം എടുക്കണ്ട, സുഖം. വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ. തിരിച്ച് രാവിലെ ആണെന്ന സമയത്ത് നമുക്ക് തമ്പാനൂർ എത്തുകയും ചെയ്യാം. അല്ലേ, എന്തെല്ലാം കഥകളല്ലേ. സോ ഒരാൾ പറഞ്ഞു 4 മാസം, ഒരാൾ പറഞ്ഞു 6 മാസം. നമ്മൾ 6 പൂട്ടിയിരിക്കുകയാണ്. ഏതായിരിക്കും ശരി? 6 കൊടുക്കാം. സി, 6 മാസം. ഉത്തരം ശരിയാണ്. സവാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ഒരു വീഡിയോ. ഈ ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? എ. ഗിരീഷ് പുത്തഞ്ചേരി, ബി. എസ്. രമേശൻ നായർ, സി. ബിച്ചു തിരുമല. ബിച്ചു തിരുമല സാർ. ബിച്ചു തിരുമല സാറാണ്. ബിച്ചു തിരുമല സാർ. സി. ബിച്ചു തിരുമല. ഞാൻ എടുത്തു വെച്ച് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. ഈ മാരുതൻ എന്ന സിനിമ, അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സാർ? അത് ഷാനു സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, അദ്ദേഹം മിക്ക സിനിമകളും വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടർ, എന്നൊരു സമയത്ത് വിളിച്ച് പറയുന്നു, തങ്കച്ചനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നു. ആ സിനിമയുടെ കഥ എന്നെ വായിച്ച് കേൾപ്പിക്കുകയും അതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാനാണ് അത് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ സ്ക്രിപ്റ്റെല്ലാം തീർന്നു. അതിൻ്റെ ഫസ്റ്റ് ഒരു പോസ്റ്റ് ഇങ്ങനെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിങ്ങനെ അവർക്ക് ഇപ്പം ഈ ഫെബ്രുവരിയിൽ തുടങ്ങേണ്ടതാണ്. അത് മാർച്ചിലേക്ക് മാറി. മിക്കവാറും അത് ഒരു ഓണച്ചിത്രമായിരിക്കും. അതിനു മുമ്പ് തുടങ്ങും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മൾ വെച്ച് ഇങ്ങനെ ഒരു പടം ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നതും. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ നായകനെന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. ഞാൻ ചോദിച്ചു, ഞാൻ തന്നെ. അപ്പോൾ പറഞ്ഞ് എൻ്റെ കഥയിൽ നിങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നടക്കാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവുക. അതിൻ്റെ മുടക്കങ്ങളൊക്കെ മാറി പ്രൊഡ്യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും ലോട്ടറി അടിക്കട്ടെ, ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു താരത്തിനെ അനുകരണം. ഓക്കെ, ജനാർദ്ദനൻ സാറിന്റെ വോയിസ്. പിടികിട്ടി നീ തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ. എടാ എൽദോ, അവന്റെ കാല് തന്നെ ഒടിക്കടാ. ഓ എന്റെ അല്ല അവന്റെ. നിങ്ങൾക്ക് വേണ്ട ഞാൻ ഒരു പാട്ട് പാടാം. മ്യൂസിക് കിട്ടോ? സോനാരേ സോന നിലാവ് തെളിഞ്ഞില്ലേ, സ്വരകത്തെ തിറയ്ക്കാൻ പോരൂ. ഓ സോനാരേ സോന നിലാവ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരൂ. ഓ ചെറ്റ. അന്നത്തെ
പണ്ട് ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു സ്കിറ്റ് ഒരു അല്പം ചീറ്റിപ്പോയാലോ ഒരു പാട്ട് ചീറ്റിപ്പോയാലോ എടുത്തിടുന്ന ഞങ്ങളൊരു തുറുപ്പ് ചീട്ടായിരുന്നു ശിവമുരളിയുടെ സ്റ്റാർ. എന്തായാലും ഇത്രയും നിങ്ങൾ ഇങ്ങോട്ട് രസിപ്പിച്ചോണ്ട് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം തരട്ടെ. വേണം വേണം വേണ്ടേ? വലിയ കട്ടിയില്ലാത്ത എളുപ്പമുള്ള അല്ല, ഇന്നലെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. അപ്പൊ അതിനെക്കാട്ടിലൊരു കുറച്ചുകൂടെ ലളിതമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശിവയുടെ അടുത്തൊരു ചോദ്യം. കാണുമ്പോ ഭയങ്കര രസം അല്ലേ, പക്ഷെ ഇടുമ്പോ ഭയങ്കര വേദനയാ അല്ലേ? അതെ. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് നല്ല സുഖമാണ്. തങ്കു പെട്ട് തങ്കച്ചൻ അറിയത്തില്ല മാറിയ ശിവടുത്ത് വെച്ച്. ഓഹോ സാറേ വെറുതെ പറഞ്ഞു നോക്കാം. ഇത് പെണ്ണുങ്ങളെ സംബന്ധിച്ച ഒരു സാധനമാണ്, അതുകൊണ്ടാണ് മാറി നിൽക്കാൻ. പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അറിയാവൂ. ഉണ്ടായിരുന്നു പറഞ്ഞു. ഇത്ര ശരിയാണെന്ന് അറിയത്തില്ല, എന്നാലും സാറിന്റെ നീ എന്റെ അടുത്ത് പറയരുത്, ഷോയാണത്. സാറേ ഷൂസ് ഷൂസാ അല്ലെ, ചെരുപ്പ് ഷൂസിനിപ്പോ എന്ത് വേദനയാണ്? അല്ല, അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ചെരുപ്പ്. ഇത് ഇടുമ്പോ ഭയങ്കര വേദനയായിരിക്കും, പിന്നെ ഇട്ട് കഴിയുമ്പോ നല്ല സുഖമായിരിക്കും. അല്ല, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ്. പെണ്ണുങ്ങളെ ഷൂസ് ഇടും. അത് ശരി. കമ്മൽ ഈ കല്യാണം കഴിക്കാത്ത ആളിന് എങ്ങനെ ഇത് അറിയാം? ശരിയാണോ? ശരിയാണ്. കറക്കി കുത്തായിരുന്നേ. ഇങ്ങനെ എനിക്ക് തോന്നുന്നത് 1 or 2 കെട്ടിയിട്ടുണ്ട് കേട്ടാ. തങ്കച്ചൻ കള്ളം പറയാ. തങ്കച്ചന് വിതിരയിലൊന്ന്, പിന്നെ തിരുവനന്തപുരത്തൊന്ന്, എറണാകുളത്തൊന്ന് കാണാൻ വഴിയുണ്ട്. വെറുതെ തമാശ പറഞ്ഞത്. കമ്മലാണ്. വളരെ ശരി ഉത്തരം. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ബിച്ചു തിരുമലയാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ നമ്മളെ ലാസ്റ്റ് സെഗ്മെന്റ് കയറുകയാണ്. രാജമാണിക്യം മമ്മൂക്കയുടെ സെഗ്മെന്റ് ആണ്. ഓക്കെ, ഒറ്റ ചോദ്യം, 10 സെക്കൻഡ്. ക്വസ്റ്റ്യൻ: ഏത് കമ്പനിയുടെ സർക്കസ് കൂടാരമാണ് കാബൂളിവാല എന്ന സിനിമയിൽ കാണിക്കുന്നത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 10, 9, 8, 7, 6, 5, 4. ഗ്രാൻഡ് സർക്കസ്. 1, 0. ഗ്രാൻഡ് സർക്കസ്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സോ 16,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. ഞാൻ ഈ തങ്കച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് തമാശന് വേണ്ടി പറഞ്ഞതാണ്. തങ്കച്ചന് നല്ലൊരു വിവാഹം ഉടനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ശിവ ഇവിടെ വന്നതിലും ഞങ്ങളുടെ കൂടെ പങ്കെടുത്തതിലും ഒരുപാട് സന്തോഷം. രണ്ടുപേർക്കും ആരോഗ്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ഒരുപാട് നാളുകൾ ഇനിയും ഈ ഫീൽഡിൽ മുമ്പോട്ട് പോയി അത്യുന്നതങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിൽ പുലിങ്ങേരല്ലേ? അതെ അതെ സാർ, ഞാൻ വന്നപ്പോൾ പറഞ്ഞത് തങ്കച്ചനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ സാർ ഞാൻ പറഞ്ഞത് ആത്മാർത്ഥതയുള്ള കൂട്ടുകാരെന്നാണ് പറഞ്ഞത്. പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും പല പല ചാനലിലായിട്ട് പരിപാടിക്ക് പോയിട്ടും തങ്കച്ചൻ ഇപ്പോൾ എന്നെക്കാൾ ഒരുപാട് കഴിവുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എന്നിട്ട് ഈ പരിപാടിക്ക് എന്നെ വിളിച്ച് ക്ഷണിച്ച തങ്കച്ചൻ എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണെന്ന് പറഞ്ഞതിന് കാരണം പൊന്നപ്പനാണ്. സോ തങ്കച്ചൻ ആരാ? പൊന്നപ്പൻ പുലിയാണ്. സോ ഒരിക്കൽ കൂടി അമൃത ടിവിയുടെയും പറയാം നേടാം എന്ന ഷോയുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. സാറിനെ കാണാൻ സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. ഈ ക്രൂവിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം. വേഷവൈവിധ്യങ്ങളിലൂടെ വിസ്മയം സൃഷ്ടിച്ച നടന വൈഭവം മനോജ് കെ ജയൻ.
300-ാം ദിവസം 300-ാനായിട്ട് 500-ാനായിട്ട് വരും. വന്നിരിക്കും. സിനിമാനുഭവങ്ങൾ പങ്കിട്ട് ഈ സാധനം അങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ക്യാരക്ടറിലേക്ക് കയറി. തിരനുറയും ചുരുൾമുടിയിൽ ചിരി നിമിഷങ്ങൾ സമ്മാനിച്ച് സോമേ, പറഞ്ഞിട്ടുണ്ടായിരിക്കും കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ. സംഗീത വിരുന്നൊരുക്കി അത് രണ്ടുപേരും പാടിയിട്ട് ഇനി മുമ്പോട്ടുള്ള യാത്ര. ഗുരുവേ നമസ്കാരം. മത്സരച്ചൂടിന്റെ മാസ്മര കാഴ്ചകൾ ഒരുക്കി മണിച്ചിത്രത്തായിട്ട് പോയി. അതാണല്ലോ അതിന്റെ ഒരു ഇത്. മഹാപ്രതിഭയ്ക്കൊപ്പം മധുര നിമിഷങ്ങളുമായി പറയാം നേടാം ഒറിജിനൽ 300 ആഘോഷവാരം. അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. മനോജ് ഒരു പുലിയാണ്.